എത്ര മോഡലേട്ടാ? സെക്കൻഡ് ബമ്പർ എടുത്തോണ്ട് വന്നതാണ്. പിന്നെ നമ്മൾ മേളിലൊക്കെ മൊത്തത്തിലുള്ള പാച്ച് വർക്ക്. അപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. അകത്തും കാര്യങ്ങളൊക്കെ വണ്ടിബോർഡൊക്കെ പോയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചത് പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ പോയിട്ട് അവർ ഫൈബർ ചെയ്ത് വെച്ചിരിക്കും. അതെന്തേ? അത് ആഴ്ചയോടെ അകത്ത് വെച്ചിട്ടുണ്ട്. പൊട്ടിയിട്ട് വെച്ചത് അതെന്തൊരു 15 വർഷം കഴിഞ്ഞല്ല. പിന്നെ വണ്ടിയുടെ 19 അതേപോലെ മേളിലാകും. ഓക്കെ ഓക്കെ. ഓ നമ്മള് 1 വർഷം അടക്കാതിട്ടോ? അല്ല, ഇപ്പൊ ഈ ഡേറ്റ് കഴിഞ്ഞു. അപ്പൊ ഡേറ്റ് കഴിഞ്ഞു പോയോണ്ട് അതിന്റെ കുറെ റെഡാണ് കേട്ടോ. ഓക്കെ, ഈ വൈറ്റിന്ന് മാറി ഇനിയിപ്പോ റെഡാണ് കേട്ടോ. ഇതൊരു കോളി ചേട്ടാ. ഇത് എത്ര മോഡലേട്ടാ? 2000 മോഡൽ എനിക്ക് വലിയ പിടിയില്ല. പറഞ്ഞോ, എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ? നമുക്ക് ഇതിന്റെ ബമ്പർ വേറെ വെക്കുവാണ്. ബമ്പർ വേറെ ഒക്കെയാണ്. സെക്കൻഡ് ബമ്പർ എടുത്തോണ്ട് വന്നതാണ്. പിന്നെ നമ്മൾ മേളിലൊക്കെ മൊത്തത്തിലുള്ള പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ കളർ ചേഞ്ചിങ് ആണ്. അപ്പൊ 15 വർഷം മേളിലായിട്ടുണ്ടാവും. 15 വർഷം ടെസ്റ്റാ. അപ്പൊ നമ്മൾ ഇവിടെയൊക്കെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. അകത്തും കാര്യങ്ങളൊക്കെ വണ്ടിബോർഡൊക്കെ പോയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചതാണ്. ഈ റണ്ണിങ് ബോർഡൊക്കെ വെച്ചാണ് കേട്ടോ. അഡീഷണൽ വീലാർച്ചും വെച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ അകത്തൊക്കെ ചെയ്യേണ്ടത് തന്നെയാണ് അടിച്ചത്. പ്ലാറ്റ്ഫോമൊക്കെ പോയിട്ട് പ്ലാറ്റ്ഫോം മാറിയിട്ടിരിക്കുന്നത്. പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ പോയിട്ട് അവർ ഫൈബർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അല്ല, എല്ലാം നമ്മൾ തന്നെ അഴിക്കുകയല്ലേ? എല്ലാം നമ്മൾ തന്നെ അഴിക്കും. എല്ലാം നമ്മൾ തന്നെ അഴിക്കും. അപ്പോൾ നമ്മളെല്ലാം ഫിറ്റ് ചെയ്ത് ഏകദേശം നമുക്ക് ഈ ഒരു പച്ചവർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ ഏകദേശം എത്ര രൂപ? പെയിന്റിങ് മാത്രമില്ല, പെയിന്റിംഗ് ഇല്ല. നമുക്കൊരു 15 രൂപയുടെ വർക്ക് അത്യാവശ്യം നമുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഗ്ലാസ് എല്ലാം നമ്മൾ തന്നെയല്ലേ റിമൂവ് ചെയ്തത്? ഗ്ലാസും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ. സ്പോയിലർ ഉണ്ടായിരുന്നോ? അതെന്തേ? അത് ആഴ്ചയോടെ അകത്ത് വെച്ചിട്ടുണ്ട്. സ്പോയിലർ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ ഗ്ലാസ് കൂട്ടേണ്ടായിരുന്നു. അത് ശരിയാക്കാനുണ്ട്. ഇതൊക്കെ അഴിക്കാനുണ്ട്. ഇതൊക്കെ അഴിച്ച് മാറ്റി ഫുൾ അഴിച്ചിട്ടാണ് പെയിന്റ് അടിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി അഴിക്കാനുണ്ടല്ലോ കാര്യങ്ങൾ. ഗ്ലാസ്, ഒരു ഗ്ലാസ്, ഡോറിന്റെ ഗ്ലാസ്, ഹാൻഡില് എല്ലാം ഊരിയിട്ട് നമ്മുടെ ഇന്നോവ ക്രിസ്റ്റയില്ലേ പുതിയ ബ്രൗൺ കളറും അതിന്റെ ഒരു പെയിന്റിങ് കാര്യങ്ങളാ. ആ കളർ അടിക്കാൻ പോയിട്ടുണ്ട്. സ്റ്റിക്കറൊക്കെ എല്ലാം പൊളിക്കാൻ. ഇതൊക്കെ നല്ലോണം പൊട്ടിയിട്ടൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കണല്ലേ? ഇവിടെ ഭയങ്കര പുട്ടിക്കാലത്തിൽ പുട്ടിയിട്ടിരുന്ന സ്ഥലമാണ്. ഇവിടെ പാച്ച് വർക്ക് ചെയ്ത് ഞാൻ ആ പുട്ടിയെല്ലാം ഇത് കണ്ടത് കാലിന്റെ കാലത്തിൽ നേരത്തെ പൊട്ടിയിട്ട് വെച്ചിരുന്ന സ്ഥലമാണ്. അതെന്തൊരു 15 വർഷം കഴിഞ്ഞല്ല. അതെ അതെ. ഓക്കെ. അപ്പൊ ഏകദേശം ഒരു 19 രൂപ അടുത്ത് ചേട്ടന് വരുന്നുണ്ടല്ലേ ഇത്? പെയിന്റിങ് അല്ലാതെ അത്രയും വരും അല്ലേ? നമുക്ക് അതേപോലെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ അത്യാവശ്യം? പിന്നെ ഇപ്പൊ വേറെ 45 രൂപയാണ് പെയിന്റിങ് വേറെ 45. നമുക്ക് ഇതിൽ 19 രൂപ അതും വരും. പിന്നെ വണ്ടിയുടെ 19. അതേപോലെ നമ്മുടെ പിന്നെ മറ്റുള്ള പേപ്പർ വർക്കൊക്കെ 70,000 രൂപ അടുത്ത് മേളിലാകും. ഓക്കെ ഓക്കെ. ഓ നമ്മൾ 1 വർഷം അടക്കാതിട്ടോ? അല്ല, ഇപ്പൊ ഈ ഡേറ്റ് കഴിഞ്ഞു. അപ്പൊ ഡേറ്റ് കഴിഞ്ഞു പോയോണ്ട് അതിന്റെ കുറെ 3,500 അടച്ചു കഴിഞ്ഞാൽ നമുക്കിത് എനിക്ക് തോന്നുന്നത് 15 വർഷം കഴിഞ്ഞോണ്ടിയാ. 15 വർഷം കഴിഞ്ഞോണ്ടിയാ അല്ലേ? ഓക്കെ. നമുക്കപ്പോൾ ഇതിൻ്റെ ഫുള്ള് പെയിൻറ്റിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ജസ്റ്റ് ഒന്നുകൂടി കാണാൻ കഴിയും. ഇതിപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടൊരു വീഡിയോ നമുക്ക് കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ ജസ്റ്റ് കാണിക്കാം. ഇവിടേക്ക് ജസ്റ്റ് ഇതൊക്കെ പോയിരിക്കുമോ. ചുമ്മാ വെച്ചിട്ടേ താഴത്തോട്ടെടുത്ത് വെച്ചാൽ ഇതാണ് നമ്മൾ രണ്ടാമത് മേടിച്ചല്ലേ ഏട്ടാ? ഓക്കെ. അത്യാവശ്യം പൊട്ടിയൊക്കെ കിട്ടുന്ന വിലയാനുണ്ട്. നമ്മൾ ബമ്പർ കൂടി വെച്ചിട്ട് ബാക്കി കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് നോക്കാം കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, ഈ കോളേജിൻ്റെ അത്യാവശ്യം വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഈ കളർ തന്നെയായിരുന്നു കേട്ടോ. ഈ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഇന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കുക.
ലൈറ്റും കാര്യങ്ങളൊക്കെ അഴിച്ചു. ഇവിടെ ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്ത് പേപ്പർ പിടിച്ചോണ്ടിരിക്കും. നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും അപ്പോഴ്സറി അഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴ്സറി അഴിക്കാനുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ നല്ലോണം പേപ്പറൊക്കെ പിടിച്ച് നല്ല കുട്ടപ്പനാക്കി ഇട്ടിരിക്കും. ചേട്ടാ ഏത് കളർ തന്നെ അടിക്കുന്നത്? വൈറ്റ് തന്നെയാണോ? വേറെ കളർ? റെഡാണ് കേട്ടോ. ഓക്കെ, ഈ വൈറ്റിൽ നിന്ന് മാറി ഇനിയിപ്പോൾ റെഡാണ് കേട്ടോ അടിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓ, ഇത് വൈറ്റ് തന്നെ അല്ലായിരുന്നോ? വൈറ്റ് വണ്ടിയായിരുന്നു. ഇപ്പോൾ 15 വർഷം കഴിഞ്ഞു. 15 വർഷം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ റെഡ് ആയിരിക്കും കേട്ടോ അടിക്കാൻ പോകണം. ഇതിന് മാത്രമായിട്ട് നമ്മൾ 40,000 രൂപ വരും ഫുൾ പെയിൻറ്റിങ്.